ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സാരി ഡ്രേപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ സാധനം കണ്ടോ, ഇതിനെ അടിപ്പാവാട, അണ്ടർ സ്കേർട്ട്, സാരി അണ്ടർ സ്കേർട്ട്, പെറ്റിക്കോട്ട് എന്നൊക്കെ പറയും. ഇത് ഇന്ത്യയിൽ എത്തിയിട്ട് 150 വർഷമാവുന്നുള്ളൂ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഇതിനെ. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പല വീഡിയോ ഇടുന്ന സമയത്തും അടിപ്പാവാട എന്താ ഇടാത്തത്, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതിടാതെ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പം പല ഇന്ത്യൻ ഡ്രേപ്സിനും ഇത് ആവശ്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് മാറ്റിയിട്ട് വരാം. ഇന്ത്യൻ പല ഡ്രേപ്സിലും അടിപ്പാവാട ആവശ്യമില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ സാധനം കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ പിന്നെ നെവി ഡ്രേപ്പാണ് ഫേമസ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ടുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ടു സാരി ഡ്രേപ്പിംഗ്. ഇന്ന് നമ്മൾ ബോഗിലി പോസി എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ ഒരു ഡ്രേപ്പാണ് ചെയ്യുന്നത്. ഇതിന് മിനിമം ഒരു 8 മീറ്റർ നീളമുള്ള സാരിയെങ്കിലും വേണം. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം തന്നെ നെവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ സാരി നമ്മുടെ ശരീരത്തിനും ഒരു ചുറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലി നമ്മുടെ പല്ലു എത്രയാണോ വേണ്ടത് എന്നുള്ള ഒരു മെഷർമെൻ്റ് എടുക്കുക. ഈ സാരി നല്ല നീളമുള്ളതുകൊണ്ട് ഇച്ചിരി ക്ഷമ വേണം. എന്നുവെച്ചാൽ ഇത് പാഞ്ചാലിയുടെ സാരി പോലെ തീരുന്നില്ല, എടുത്തിട്ടും അത്രയും നീളം ഉണ്ടായിരുന്നു. ഈ സാരി 10 മീറ്റർ നീളമുള്ള സാരിയാണ്. ഇതിന് പക്ഷേ ഈ ഡ്രേപ്പ് ചെയ്യാൻ 8 മീറ്റർ നീളമുള്ള സാരി മതിയാവും. അപ്പോൾ പ്ലീറ്റ്സ് ഒന്നും നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് ഇടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് കിട്ടാൻ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ആക്ച്വലി ഈ സാരി മടിസാർ സാരിയാണ്, അതുകൊണ്ടാണ് ഇത്രയും നീളം തോന്നുന്നത്. പല്ലുവിൻ്റെ നീളമൊക്കെ സാധാരണ സാരിയുടെ പ്രപ്പോർഷനേക്കാളും കൂടുതലാണ്. അങ്ങനെ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് പല്ലു എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പോർഷൻ ഒരുപാട് നീളം ഉണ്ടാവും. ഒന്നുകിൽ നോർമലി നമുക്ക് നെവി ഡ്രേപ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ, അതായത് ബാക്കി വരുന്ന താഴത്തെ പ്ലീറ്റ്സിൻ്റെ മൊത്തം എടുത്തിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതേപോലെ അളവ് കൃത്യമാവണമെന്നൊന്നുമില്ല, ഏകദേശം ഒരളവ് കിട്ടിയാൽ മതി നമുക്ക്. അപ്പം ഇങ്ങനെ ഇതിനെ പിടിച്ചിട്ട് ഒന്ന് പകുതിയാക്കാം. അപ്പം നമുക്ക് 2 സൈഡിലും പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഇത്രയും വലിയ ഫാബ്രിക് നമ്മൾ ഒറ്റ സൈഡിൽ പ്ലീറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബൾക്കി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഏകദേശം ഒന്ന് നടുക്കിലേക്ക് ആക്കിയിട്ട് ഞാൻ ഓരോ സൈഡിൽ നിന്നും പ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. നോർമൽ പ്ലീറ്റ്സാണ് എടുക്കുന്നത്. ഒത്തിരി നീളവും ഒത്തിരി വണ്ണവും ഇല്ലാത്ത പ്ലീറ്റ്സ് എപ്പോഴും സാധാരണ ഞാൻ സാരി എടുക്കുന്ന പ്ലീറ്റ്സ് പോലെയാണ് എടുക്കുന്നത്. പ്ലീറ്റ്സ് ടക്കിൻ ചെയ്യുമ്പോൾ മാത്രം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അത് ഞാൻ ഈ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ഒരു മിഡിലായിട്ടുണ്ട്. സാധാരണ നമ്മൾ തിരിച്ചാണ് പ്ലീറ്റ് കുത്തുക, അതായത് പ്ലീറ്റ്സിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഫേസ് ചെയ്തിട്ട് അല്ല പ്ലീറ്റ്സ് എടുക്കുന്നത്. അതായത് ഒരു സൈഡിൽ നമ്മൾ നോർമലി പ്ലീറ്റ് കുത്തുന്ന പോലെയാണ് കുത്തുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് എടുക്കുന്ന സമയത്ത് ഈ പ്ലീറ്റ്സിൻ്റെ ആ ഒരു തുറന്നു നിൽക്കുന്ന ഭാഗമില്ലേ, പ്ലീറ്റ്സ് ഫേസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് അവേ ആയിട്ടായിരിക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമുക്ക് ഈ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം മറ്റേ സൈഡിലെയും പ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്ലീറ്റ് ടക്കിൻ ചെയ്യുന്ന കണ്ടില്ലേ, മറ്റേ ടക്കിൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ സാരി പോകും. ഇത് തന്നെ നല്ല രസമാണ് കാണാൻ. പക്ഷേ നമ്മുടെ പ്ലീറ്റിങ് അതല്ലല്ലോ, നമ്മളിന്ന് ബോഗിലി പോസി എന്ന് പറഞ്ഞ ഡ്രേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 2 സൈഡിൽ നിന്നും പ്ലീറ്റ്സ് നമ്മൾ ഏകദേശം ആ പ്ലീറ്റിൻ്റെ ഒരു നടുക്കുള്ള പോർഷൻ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇട്ട പ്ലീറ്റ്സ് നിവർത്തിയെടുക്കുക ഇതേപോലെ. എന്നിട്ട് ഇതിനെ നേരെ നമ്മുടെ പുറകിൽ കൊണ്ടുപോയിട്ട് ടക്കിൻ ചെയ്യുക. നല്ല കരയുള്ള സാരി ആണെങ്കിൽ, അതായത് ചെറിയ കസവൊക്കെയുള്ള സാരി ആണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇപ്പോൾ കാണുന്നില്ലേ ഇതേപോലെ. എന്നിട്ട് നമ്മുടെ പല്ലു അതിനകത്തുനിന്നൊന്ന് വലിച്ച് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഡിഫൈൻഡായിട്ട് നമുക്ക് ഈ ഒരു ബാക്കിലത്തെ പോർഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ഒരു നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ ഫ്രോക്കിൻ്റെ ഫ്രില്ല് പോലെ ഈ സാരി ഇങ്ങനെ നിൽക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് 2 സൈഡിലേക്കും നമ്മളൊരു ഫ്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രില്ല് നിൽക്കുന്ന പോലെ സാരി ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഡ്രേപ്പാണിത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ബോഗിലി പോസി ഡ്രേപ്പ്. ഇത് ആന്ധ്രാപ്രദേശിലുള്ള
പഴയ ഒരു ഡ്രേപ്പാണ്. ഇപ്പോൾ ഇതാരും ഡ്രേപ്പ് ചെയ്ത് ഞാൻ കാണുന്നില്ല. യൂട്യൂബിലാണെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ചിട്ട്. അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ? കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 2 സൈഡിലേക്കും ഇങ്ങനെ നിൽക്കും. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് ബാക്കിലത്തെ ലുക്ക് വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സ്റ്റിഫായിട്ടുള്ള സാരി ആയതുകൊണ്ട് ഇതേപോലെ 2 പോക്കറ്റിൽ കൈയിട്ട പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റാ.